സാജിദ് അജ്മലാണ് വിശദാംശം നൽകിയത്. ഇപ്പോൾ ജി സുധാകരൻ അമ്പലപ്പുഴയിലെ നിയുക്ത MLA പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുകയാണ്. അതിന് തത്സമയ ദർശനങ്ങളിലേക്ക്. യൂനുസ് അഹമ്മദ് വിശദാംശങ്ങളുമായി. യൂനുസ്, വലിയൊരു വിജയം നേടിയതിനു ശേഷം ജി സുധാകരൻ ഇപ്പോൾ പാണക്കാട്ടെത്തിയിരിക്കുന്നു. കൂടിക്കാഴ്ച എന്തൊക്കെ കാര്യങ്ങൾ അവർ സംസാരിക്കും? എത്ര വലിയൊരു സ്വീകരണം പാണക്കാട്ട് അദ്ദേഹത്തിന് ലഭിച്ചു? സൈഫുദ്ദീൻ, അല്പനേരം മുമ്പാണ് ജി സുധാകരൻ പാണക്കാട് എത്തിയത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും ഇവിടെയുണ്ട്. അദ്ദേഹത്തെ അവർ സ്വീകരിച്ചു. ഇപ്പോൾ അവർ കൂടിക്കാഴ്ച അവിടെ ആരംഭിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഏതായാലും ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകവുമാണ്. ഏതായാലും സാദിഖ് അലി ശിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും ഇപ്പോൾ പാണക്കാട്ട് സാദിഖ് അലി തങ്ങളെ വീട്ടിൽ നിലവിലുണ്ട്. പ്രധാനമായി നമുക്കറിയാം MM ഹസൻ ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഘടകകക്ഷികൾക്ക് പ്രത്യേക കാര്യമൊന്നുമില്ല, അവരോട് ഒരു അഭിപ്രായം ചോദിച്ചു, അത് മാത്രമേ ഉള്ളൂ. ഘടകകക്ഷികൾക്ക് പ്രത്യേക കാര്യമൊന്നുമില്ല എന്നുള്ളൊരു കാര്യം, ഈ കാര്യമാണ് ഇപ്പോൾ MM ഹസൻ പറഞ്ഞത്. അതിനുള്ള ഒരു മറുപടി ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണ്. ഏതായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവർ മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. നമ്മൾ ലീഗ് നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ വലിയ അതൃപ്തി അവർക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ലീഗിന്റെ അഭിപ്രായം പറഞ്ഞത് ഈ ലീഗിന്റെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നിരീക്ഷകർ വിളിപ്പിച്ചപ്പോഴാണ് ലീഗിന്റെ അഭിപ്രായം പോയി പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ ലീഗിനെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് MM ഹസൻ നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ നിലവിൽ MM ഹസൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ള ഒരാളല്ല. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിന് താൻ മറുപടി പറയും എന്ന് തന്നെയാണ് മറ്റ് ഉയർന്ന ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ അടക്കം പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഹമീദ് മാഷെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് നാളെ മറുപടി പറയുമെന്നാണ്. ഹമീദ് മാഷിക്കെതിരെയും MM ഹസൻ വിമർശനം ഉയർത്തിയിരുന്നു. അതിന് നാളെ മറുപടി പറയുമെന്നാണ് ഹമീദ് മാഷും പറയുന്നത്. ഏതായാലും വലിയ ഒരു വിമർശനം തന്നെയാണ് MM ഹസൻ ഉയർത്തിയത്. ലീഗിന്റെ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ ലീഗിന് വലിയൊരു അതൃപ്തി ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.